നമസ്കാരം. ഇന്ത്യൻ സായുധ സേനയെ കൂടുതൽ ശക്തമാക്കാനുള്ള ചരിത്രപരമായ നീക്കത്തിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇന്നലെ 1,00,000 കോടി രൂപയുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ അനുമതി നൽകി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ 10 പുതിയ പ്രതിരോധ വാങ്ങൽ നിർദ്ദേശങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇവയെല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നത് രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദന സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് വലിയ ഊർജം പകരും. ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ആദ്യപടിയായ ആവശ്യകതയുടെ സ്വീകാര്യതയാണ് DSC അംഗീകരിച്ചത്. ഈ പുതിയ പദ്ധതികളിലെ ഏറ്റവും വലിയ നിർദ്ദേശം ഇന്ത്യൻ നാവികസേനയെ സംബന്ധിക്കുന്നതാണ്. ഏകദേശം 44,000 കോടി രൂപ മുടക്കി മൈൻ കൗണ്ടർ മെഷീൻ കപ്പലുകൾ വാങ്ങാനുള്ള നാവികസേനയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. നാവിക മൈനുകൾ നീക്കം ചെയ്യാനും കടൽ മാർഗങ്ങൾ സുരക്ഷിതമാക്കാനും ഈ കപ്പലുകൾക്ക് നിർണായക പങ്കുണ്ട്. നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു മൈൻ സ്വീപ്പർ പോലും പ്രവർത്തനത്തിൽ ഇല്ലാത്തത് ആ ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനം അതീവ പ്രാധാന്യം അർഹിക്കുന്നു. 1970കളുടെ അവസാനത്തിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ 6 കപ്പലുകൾ ഉൾപ്പെടെ പഴയ കപ്പൽ നിരയിലെ അവസാനത്തെ കപ്പൽ 6 വർഷം മുമ്പാണ് വിരമിച്ചത്. ഈ പ്രതിരോധ ശേഷി പുനർനിർമ്മിക്കുന്നതിനായി ഇന്ത്യൻ കപ്പൽശാലകളിൽ നിന്ന് 12 പുതിയ മൈൻ സ്വീപ്പിംഗ് കപ്പലുകൾ വാങ്ങാനാണ് നാവികസേന ഇപ്പോൾ പദ്ധതിയിടുന്നത്. മൈൻ സ്വീപ്പറുകൾക്ക് പുറമെ മൂഡ് മൈനുകൾ, അതോടൊപ്പം അതിവേഗ വെടിവെക്കുന്ന നാവിക തോക്കുകൾ, അണ്ടർ വാട്ടർ റോബോട്ടിക് കപ്പലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങൾക്കും DSC അംഗീകാരം നൽകി. നാവികസേനയുടെ യുദ്ധ കപ്പലുകളെയും സാധാരണ ചരക്ക് കപ്പലുകളെയും കടലിലെ ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കാൻ ഈ ഉപകരണങ്ങൾ സഹായിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 17-18 വർഷത്തിനിടെ 3 തവണയെങ്കിലും മൈൻ സ്വീപ്പറുകൾ വാങ്ങാൻ നാവികസേന ശ്രമിച്ചുവെങ്കിലും അവയൊന്നും വിജയിച്ചിരുന്നില്ല. ഏറ്റവും പുതിയ പദ്ധതി പ്രകാരം ആദ്യത്തെ മൈൻ സ്വീപ്പർ കരാർ ഒപ്പിട്ടതിനു ശേഷം കുറഞ്ഞത് 7 വർഷത്തിനുള്ളിൽ കപ്പൽ പടയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശേഷിക്കുന്നവ അടുത്ത 6-7 വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യും. നാവികസേനയ്ക്ക് പുറമെ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും നിർണായകമായ ആയുധങ്ങൾ വാങ്ങാനും DSC അനുമതി നൽകി. 30,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ദ്രുത പ്രതികരണ ശേഷിയുള്ള ഉപരിതല വായു മിസൈലുകൾക്കുള്ള നിർദ്ദേശമാണ് അംഗീകരിച്ച മറ്റൊരു വലിയ പദ്ധതി. കേടായ ടാങ്കുകളും കവചിത വാഹനങ്ങളും വഹിച്ചു കൊണ്ടുപോകാനോ നന്നാക്കാനോ ഉപയോഗിക്കുന്ന കവചിത വീണ്ടെടുക്കൽ വാഹനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധ ഉപകരണങ്ങൾ, കരസേന, നാവികസേന, വ്യോമസേന എന്നിവയ്ക്കായി പങ്കിട്ട ഒരു ഇൻവെന്ററി സംവിധാനം എന്നിവ വാങ്ങാനും കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട്. ഈ പുതിയ ഉപകരണങ്ങൾ സായുധ സേനയുടെ മൊബിലിറ്റി, വ്യോമ പ്രതിരോധം, ലോജിസ്റ്റിക്, മൊത്തത്തിലുള്ള പ്രവർത്തന സന്നദ്ധ എന്നിവയെ വലിയ തോതിൽ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ പ്രതിരോധ ഉൽപാദനം വർദ്ധിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായ ഇന്ത്യൻ IDDM വിഭാഗത്തിന് കീഴിലുള്ള എല്ലാ പുതിയ പ്രതിരോധ നിർദ്ദേശങ്ങൾക്കും DSC അംഗീകാരം നൽകിയത് ശ്രദ്ധേയമാണ്. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് IDDM എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് ഈ ഉപകരണങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഈ തീരുമാനം ഒരു നിർണായക ഘട്ടത്തിലാണ് വരുന്നത്. ജൂൺ 19 നിലവിലുള്ള പ്രതിരോധ ഏറ്റെടുക്കൽ നടപടിക്രമം അവലോകനം ചെയ്യാനും മെച്ചപ്പെടുത്താനുമായി ശക്തമായ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സായുധ സേനയെ വേഗത്തിൽ ആധുനികവൽക്കരിക്കുന്നതിനും അതോടൊപ്പം പ്രതിരോധ ഉൽപാദനത്തിൽ രാജ്യത്തെ കൂടുതൽ സ്വാശ്രയമാക്കുന്നതിനും സഹായിക്കുക എന്നതാണ് ഈ അവലോകനത്തിന്റെ ലക്ഷ്യം. ഡയറക്ടർ ജനറൽ നയിക്കുന്ന ഈ കമ്മിറ്റിയിൽ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിലെയും അക്കാഡമിക് സ്ഥാപനങ്ങളിലെയും വിദഗ്ധരും ഉൾപ്പെടുന്നുണ്ട്. ഇവർ ഇതിനോടകം വിവിധ പങ്കാളികളുമായി ചർച്ചകൾ ആരംഭിക്കുകയും ജൂലൈ 5 നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഭാവിയിലെ ഭീഷണികളെ അതിനെയൊക്കെ നേരിടാൻ സായുധ സേനാംഗങ്ങൾക്ക് കൂടുതൽ സജ്ജരാകാൻ കഴിയുന്ന തരത്തിൽ ആധുനിക സംവിധാനങ്ങളുടെയും ഉപകരണങ്ങളുടെയും വിതരണം വേഗത്തിലാക്കുക എന്നതാണ് ഈ അവലോകനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒപ്പം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സാങ്കേതിക വിദ്യകളെയും നൂതന ആശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് ദൗത്യം ശക്തിപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഇതൊരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്.
സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.